ക്വസ്റ്റ്യൻ നമ്പർ 70ലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കൂ. At what distance above and below the surface of the earth a body will have the same weight? Take radius of earth as r. സോ നമുക്കറിയുന്ന കാര്യമുണ്ട്, ഇത് ചാപ്റ്റർ ഫ്രം ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് വന്നിരിക്കുന്നുണ്ട് ചോദ്യം. സോ എച്ച് ഹൈറ്റ് എബോ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ജി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. രണ്ട് ഇക്വേഷനും സെയിം ആണ്. ദെൻ ഡി ഡെപ്തിലാണെങ്കിൽ ജി ഓഫ് ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. രണ്ടിൻ്റെയും കണ്ടീഷൻ എന്താ? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് എബോ ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് വേർ എ ബോഡി വിൽ ഹാവ് ദ സെയിം വെയിറ്റ് അല്ലേ? സെയിം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം മാസ് സെയിം ആണ്. എം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി ഈക്വൽ ആയിരിക്കണം. സോ ജി ഓഫ് എച്ചും ജി ഓഫ് ഡിയും ഈക്വൽ ആവണം. സോ നമുക്ക് എഴുതാൻ പറ്റും ജി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് വേർ ഡി എന്തിന് ഈക്വൽ ആയിരിക്കണം? മുകളിൽ നിന്ന് എർത്തിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റും എർത്തിൽ നിന്ന് ആ പോയിന്റിൽ ഡെപ്തിലേക്കുള്ള ഹൈറ്റും രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഡിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് ബൈ ആർ തന്നെ കൊടുക്കാം. ദെൻ ക്രോസ് ചെയ്ത് നോക്കൂ, ജി കട്ട് ചെയ്ത് പോകും. സോ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് എച്ച് ഡിവൈഡ് ബൈ ആർ എന്ന് വരും. ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർ ക്യൂബ് വരും. ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് 2RH പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എച്ച് വരും. നമുക്കൊന്നും കൂടി അത് എക്സ്പാൻഡ് ചെയ്യാം. സോ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു ആർ ക്യൂബ് പ്ലസ് 2R സ്ക്വയർ എച്ച് പ്ലസ് ആർ എച്ച് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എച്ച് മൈനസ് 2RH സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ ആർ ക്യൂബും നമുക്ക് കട്ട് ചെയ്തുകൂടെ? ഫൈൻ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ 2R സ്ക്വയർ എച്ചിൽ നിന്ന് ഒരു ആർ സ്ക്വയർ എച്ച് കുറച്ചുകൂടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വെറും ആർ സ്ക്വയർ എച്ച് വരും. റൈറ്റ്. ദെൻ അതിൻ്റെ കൂടെ ഇവിടെ നോക്കൂ, ആർ എച്ച് സ്ക്വയർ ഉണ്ട്, മൈനസ് 2RH സ്ക്വയർ ഉണ്ട്. സോ മൈനസ് 2RH സ്ക്വയറിൽ നിന്ന് ഒരു ആർ എച്ച് സ്ക്വയർ കുറച്ചാൽ മൈനസ് ആർ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് കിട്ടില്ലേ? ഇസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് ഞാൻ എച്ച് കോമൺ ആക്കി എടുക്കുന്നു. അവിടെ ഞാൻ എച്ച് കോമൺ ആക്കി എടുക്കുമ്പോൾ നിങ്ങൾ നോക്ക്, എച്ച് കോമൺ ആക്കി എടുക്കുമ്പോൾ ഇക്വേഷൻ വിൽ ബി എച്ച് സ്ക്വയർ. ഇക്വേഷൻ ഞാൻ എല്ലാ ഇക്വേഷനെ ഞാൻ അതർ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ മൈനസ് എച്ച് ക്യൂബ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എച്ച് ക്യൂബ്, മൈനസ് ആർ എച്ച് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആർ എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു 0 വരും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എച്ച് കോമൺ ആക്കി എടുത്താൽ എച്ച് സ്ക്വയർ പ്ലസ് ആർ എച്ച് പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 വരും. സോ ഒന്നെങ്കിൽ എച്ച് 0 ആവണം, അല്ലെങ്കിൽ ഈ ടൈം 0 ആവണം. എച്ച് 0 ആവാൻ പറ്റില്ല, കാരണം എച്ച് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആവുന്ന കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ഡിവൈഡ് ബൈ 2A എന്നുള്ള റിലേഷനിൽ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ആർ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 ആണ്. സി എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ സ്ക്വയർ ആണ്. അവിടെ മൈനസ് ആർ സ്ക്വയർ ആയിരിക്കും. യെസ്, ഇവിടെ നോക്കണേ, ഈ ആർ സ്ക്വയർ എച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൈനസ് ആർ സ്ക്വയർ എച്ച് ആവുക, ഇവിടെയും മൈനസ് ആർ സ്ക്വയർ ആണ് ഉണ്ടാവുക. സോ ഇക്വേഷനിൽ മൈനസ് ഉണ്ടാവും. ദാറ്റ് വിൽ ഗീവ് പ്ലസ് ഡിവൈഡ് ബൈ 2A, ദാറ്റ് വിൽ ഗീവ് 2. സോ മൈനസ് ആർ പ്ലസ് റൂട്ട് ഓഫ് 5R സ്ക്വയർ ബൈ 2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 5R മൈനസ് ആർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ മൈനസ് ആർ മൈനസ് റൂട്ട് 5R എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വി ക്യാൻ മൂവ് ദ ഓപ്ഷൻ 4. ഇതൊരു കാൽക്കുലേഷൻ ടൈപ്പ് ചോദ്യമാണ്, ഇതൊരു ലെങ്തി ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. താങ്ക് യു.